ഹേ ഗായ്സ്, നമ്മളിന്ന് ഒരു ചിക്കൻ കറി വെക്കാൻ പോവാണ് കേട്ടോ. നിങ്ങൾ കേട്ടത് വളരെ കറക്റ്റാണ്. ചിക്കൻ കറി വെക്കാൻ തന്നെയാണ് പോകുന്നത് വേറെ എവിടെയല്ല, എടപ്പള്ളി പള്ളിയിൽ. അവിടുത്തെ പെരുന്നാളിൻ്റെ നേർച്ച ചിക്കൻ കറിയാണല്ലോ. വണ്ടിയിലിരുന്ന് ഞാൻ വീഡിയോ എടുത്തപ്പോൾ സകലവിധമായ ട്രോളുകളും ഞാൻ വാങ്ങിയിരുന്നു. എന്നാലും അതൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല, കാരണം വീഡിയോ നമുക്ക് ആവശ്യമാണല്ലോ. അങ്ങനെ ലേറ്റായിട്ടാണ് നമ്മൾ ഈ നേർച്ച വെക്കുന്ന സ്ഥലത്തേക്ക് എത്തിയത്. ഞങ്ങളെക്കാളും മുന്നേ ഞങ്ങളുടെ ഫ്രണ്ട്സ് ഒരു ബാച്ച് അങ്ങോട്ടേക്ക് പോയിരുന്നു. ഞങ്ങൾ പള്ളിയിലൊക്കെ കയറി നേർച്ചയൊക്കെ ഇട്ട് ആൻഡ് പയ്യാണ് അവിടെ എത്തി നോക്കുമ്പം ഭയങ്കര ആളായിരുന്നു. ആൻഡ് ഞങ്ങളവിടെ ചെന്നപ്പോഴത്തേക്കും എല്ലാവരും അരിയലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. സവാള അരിയൽ ലേറ്റായി എന്നുള്ള തെറിവിളി ഒക്കെ. സമയം സവാളയൊക്കെ അരിഞ്ഞു കൊടുത്തിട്ട് ഈ സവാള വഴറ്റലാണ് അടുത്ത പരിപാടി. സൈഡിൽ കുറച്ച് പേര് സവാള വഴറ്റുമ്പോൾ അപ്പുറത്ത് കുറച്ച് പേര് ചിക്കൻ നന്നാക്കുന്നുണ്ട് കേട്ടോ. ചിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സാദാ ചിക്കനല്ല, ഇത് നാടൻ ചിക്കനായിരുന്നു നമ്മളിവിടെ കറി വെക്കാനായിട്ട് വാങ്ങിയത്. ആൻഡ് ഇളക്കൽ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന ഒരേ ഒരു കാര്യം, ഈ തവി വെച്ചിട്ട് 4 ഇളക്കിളക്കാനാണ്. സോ ഒരാൾ ഇളക്കും, കുറച്ച് ടൈം കഴിയും, ബാക്കിയുള്ളവർക്ക് കൊടുക്കും. അങ്ങനെ കൈ മാറി മാറി എനിക്ക് തോന്നുന്നു ഞങ്ങൾ വന്നിട്ടുള്ള ഫ്രണ്ട്സ് എല്ലാവരും ഒരു വട്ടമെങ്കിലും ചട്ടകം മേടിച്ച് ഇളക്കിയിട്ടുണ്ട്. ഇപ്പുറ സൈഡ് നോക്കുമ്പോൾ അവിടെ ചിക്കൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്ലീനിങ് പിന്നെ നമ്മളിവിടെയാണ് വന്നിട്ട് കോഴീനെ കംപ്ലീറ്റ് ആയിട്ട് ഡ്രസ്സ് ചെയ്യുന്നത്. അത് പപ്പൊക്കെ പറിച്ച് ക്ലീൻ ചെയ്ത് അവിടെ വെള്ളമൊക്കെ കൊണ്ടുപോയി എല്ലാം നമ്മൾ അവിടെ തന്നെ ചെയ്യണം. ആൻഡ് എൻ്റെ ടേൺ വന്നപ്പോൾ ഞാനും തവി എടുത്ത് 2 ഇളക്കിളക്കിയിട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കുവാണെങ്കിൽ നിറയെ പുകമയമാണ് ഗൈസ്. കാരണം എന്തുമാത്രം നമ്മൾ ഈ പൊങ്കാല ഇടുന്ന പോലെ നിറയെ അടുപ്പുകളും അവിടെ എല്ലാം പല കളറിലുള്ള ചിക്കൻ കറികളും ഞാൻ കണ്ടു. ഇത് കണ്ടോ, പുക അടിക്കാതിരിക്കാൻ വീശി കൊടുക്കുകയാണ്. കണ്ണിന്നൊരു തുള്ളി കണ്ണീര് വരാതെ ആർക്കും ഇവിടെ ഇളക്കാനായിട്ട് പറ്റില്ല. അത്രയും ഈ വരുന്ന പുകയ്ക്ക് ഒരു എരിവ് ഫീൽ ചെയ്യും നമുക്ക്. കണ്ണിൽ ഇങ്ങനെ കുടുകുടാ വെള്ളം വരും. അപ്പം എല്ലാവരും അതിനനുസരിച്ച് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ചിക്കനിടലായി, വീണ്ടും ഇളക്കലായി, ചിക്കൻ്റെ വേവ് പല രീതിയിൽ പല അഭിപ്രായങ്ങളായി. വെള്ളം കൂട്ടണമെന്നായി, വെള്ളം കുറയ്ക്കണമെന്നായി. അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ടൈമുകൾ ഇങ്ങനെ പൊക്കൊണ്ടേയിരുന്നു. നമ്മളിങ്ങനെ അക്ഷമരായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് എന്താ പറയുക, വിശപ്പിൻ്റെ വിളി വന്നിട്ട് ബാക്കിയുള്ളവരെല്ലാം ചിക്കൻ കറി ഒക്കെ കുക്ക് ചെയ്ത് കഴിപ്പൊക്കെ തുടങ്ങി. നമ്മളപ്പോഴും സ്റ്റിൽ ഇത് വെന്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് വീണ്ടും ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ പ്രഹസനങ്ങളൊക്കെ പലതരം നടക്കുന്നുണ്ട്. സൈഡിൽ കൂടി ചിക്കൻ്റെ വേവ് നോക്കാൻ കുറച്ച് ടീംസ് ഉണ്ട്. ഏകദേശം ചിക്കൻ വെന്ത സ്ഥിതിക്ക് ഇനി ഫൈനൽ ടച്ചാണ്. നന്നായിട്ട് തീ കൊടുത്തിട്ട് നല്ല 4 ഇളക്കി കൊടുത്തു. തീ ലാസ്റ്റ് കൂടിപ്പോയി, അടുക്കി പിടിക്കാണ്ടിരിക്കാൻ നല്ല രീതിക്ക് വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അറ്റ് ലാസ്റ്റ് വെയിറ്റൊക്കെ ഓവറായി. നമ്മുടെ ചിക്കൻ കറി പുറത്തൊക്കെ എടുത്തേക്കുവാണ് ഗൈസ്. പുറത്തെടുത്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ബാക്കിയുള്ളവരെല്ലാം നിങ്ങൾ ഇങ്ങോട്ടൊന്ന് നോക്കിയേ. നമ്മൾ വന്ന് തുടങ്ങിയപ്പോൾ എന്തുമാത്രം ആളുകളുണ്ടായിരുന്ന സ്ഥലമാണ്. എല്ലാവരും കുക്കിങ്ങും കഴിഞ്ഞ് ഫുഡും കഴിച്ച് തിരിച്ച് വീട്ടിൽ പോയി. നമ്മളിപ്പോൾ കഴിച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. എല്ലാവരും ബ്രെഡും ഉണ്ടായിരുന്നു ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. നമ്മൾ പാക്കറ്റിൽ ബ്രെഡ് വാങ്ങി ബ്രെഡും കൂടി കഴിച്ചു. ഒരു 9 മണിക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. സമയം ഇപ്പോൾ 12:30. അപ്പോൾ എന്നാൽ ശരി, വീട്ടിൽ പോട്ടെ.